വെൽക്കം ബാക്ക് ടു ന്യൂ ലോങ് വീഡിയോ. നമ്മപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ മാറിയൊരു ലൊക്കേഷനിൽ വന്നേക്കുവാണ്. ഇപ്പോൾ ഇവിടെ ചെറിയുടെ സീസണാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഫാമിൽ പോയിട്ട് ചെറി പറിക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ പറിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണതിന് മാത്രം നമ്മളിവിടെ പേ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അമ്മുവിനെ കൊണ്ടുള്ള ഫസ്റ്റ് ലോങ് ഡ്രൈവാണ്. അവൻ്റെ സേഫായിട്ട് ഇതിൻ്റെ അകത്ത് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ പഠിക്കണ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം. മിൽഡ ഇവിടെ പറിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ മരങ്ങളിൽ നല്ല രീതിക്ക് തന്നെ കിടപ്പുണ്ട് ചെറി. നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ കാണണം ഇങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ ചെറി റെഡ് കളറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ട്? നല്ല സ്വീറ്റ് ആണ്. അധികം പുളിയില്ലെന്ന് തോന്നണം അല്ലേ? കൊള്ളാം. ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഒരു ഭയങ്കര വലിയ ഫാമാണ്. ഈ ഫാമിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വെറൈറ്റി ചെറിയുണ്ട്. ഇത് ചെറിയ ഭയങ്കര ചെറുതാണ്, പക്ഷേ ഈ മരത്തിലല്ല കുറവാണ്. പുളിയാണോ? മധുരമില്ല. അങ്ങനെ ഒരുപാട് വെറൈറ്റി ചെറിയൻ്റെ അകത്തുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരുപാട് മരങ്ങളുണ്ട്. നടന്ന് 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 ഇങ്ങനെ ഓരോന്ന് പറിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് മധുരമുള്ളതാണോ അതിൽ നിന്ന് നോക്കി പിക്ക് ചെയ്ത് നമ്മുടെ ബാസ്ക്കറ്റിലോട്ട് ഇടാം. ഇതാണ് സുഖം പരിപാടി. കൊള്ളാം. ഇച്ചിരി പുളിയുണ്ട്. ഇനി പോട്ടെ, അടുത്ത ഏരിയയിലോട്ട് പോട്ടെ. അങ്ങനെ നമ്മ ചുറ്റി നടന്ന് ഒരു ബാസ്ക്കറ്റ് നിറച്ച് ചെറി കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാസ്ക്കറ്റ് നമുക്ക് നിറച്ചെടുക്കണമെങ്കിൽ $35 നമ്മൾ പേ ചെയ്യണം. പിന്നെ നമ്മൾ ഇത് കുറേ നടന്ന് തിന്നട്ടോ. എല്ലാ വെറൈറ്റീസും നമ്മൾ നടന്ന് ടേസ്റ്റ് ചെയ്യും. അതൊന്നും വേറെ പേ ഇല്ല. നമ്മൾ വിശന്നിട്ട് പാൽ കുടിക്കുക. ഇത്ര നേരം മര്യാദക്കാരനായിരുന്നു, പക്ഷെ അവസാനമായപ്പോൾ അതെ ചെറിയ ഫാമിൻ്റെ അകത്ത് നിന്ന് പാൽ കുടിച്ചുകൊണ്ടിരിക്കുക. ചെറിയ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം ചെറിയൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ മിൽഡ? പിന്നെ ബിക്കോസ് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് ഇതുപോലെ സീസൺസിൽ ഇങ്ങനെ പിക്ക് ചെയ്യാനായിട്ട് ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ടൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും വെറൈറ്റീസ് ചെറീസ് ഇവരിവിടെ സെക്ഷനായിട്ട് ഫാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 വെറൈറ്റീസോളം അവരിവിടെ ഫാം ചെയ്തിട്ടുണ്ട്. ചെറിയ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു പാർക്കിൽ വന്നേക്കണേണ്. ഇതൊരു ബീച്ച് പാർക്കാണ്. നല്ല കിടിലൻ ആംബിയൻസ് ഉള്ളൊരു സൂപ്പർ ബീച്ച്. അപ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട്. നമുക്ക് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നമ്മൾ ടയേർഡ് ആയതുകൊണ്ട് അവനെ ഫീഡ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. ഫീഡ് ചെയ്തിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അത് നടക്കാനായിട്ട് ട്രെയിൽസൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇവനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹാപ്പി ആക്കിയിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇരിക്കുന്ന സ്ഥലം ടൊറൻഡോ ഡൗൺ ടൗണിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇവിടുന്ന് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ ടൊറൻഡോയുടെ CN ടൗൺ ഡൗൺ ടൗൺ നമുക്ക് വന്ന് കാണാൻ പറ്റും. നല്ല ഓപ്പോസിറ്റാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ബീച്ചിലെത്തിയിട്ട് അവിടുത്തെ ട്രെയിലിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. നല്ല കിടിലൻ ആംബിയൻസ് ഉള്ള ബീച്ചാണ്. നല്ല കാറ്റുമുണ്ട്. നല്ല ഗുഡ് വെതറാണ്. കുറേ ഫ്ലവേഴ്സൊക്കെ ബീച്ചിൻ്റെ ട്രെയിലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സൂപ്പർ. ആണ് ഇതിൻ്റെ വ്യൂ പോയിന്റ്. വെള്ളം കാണാൻ ഈ വീട്ടിലൊക്കെ താമസിക്കണവർക്ക് കിടുവായിരിക്കും. വാട്ടർ ഫ്രണ്ട് വ്യൂവും കണ്ട് അല്ലേ. നമ്മങ്ങനെ ബീച്ചിൻ്റെ അടുത്ത് ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ടേക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ താഴത്ത് നമ്മുടെ അടുത്തൊരു മാറ്റ് ഉണ്ടായിരുന്നു. ആ മാറ്റ് ഇട്ട് ഇങ്ങനെ ഇരുന്ന് നമ്മളിവിടെ അവിടെ വെച്ചു. നമ്മൾ റാപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു കിടിലൻ വൈബാണ് ഇവിടെ. ഇന്നത്തെ ഒരു ഡേ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തിട്ട്
ഇപ്പോൾ ഏകദേശം ഒരു 8 മണി ആവാറായി. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. Bye.